ആറുവരിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മലപ്പുറം രണ്ടത്താണി ടൗണിൽ അടിപ്പാത നിർമ്മിക്കണം എന്ന ആവശ്യവുമായി നാട്ടുകാർ. രണ്ടത്താണി ടൗണിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് പോകണമെങ്കിൽ 1 കിലോമീറ്ററോളം സഞ്ചരിക്കണം. സ്കൂളുകൾ, പള്ളി, ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് പോകുന്നവർ റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രതിസന്ധിയിലാകും. രണ്ടത്താണിയെ രണ്ടായി മുറിച്ചാണ് നിർമ്മാണം പുരോഗമിക്കുന്ന ഈ ആറുവരിപ്പാത കടന്നു പോകുന്നത്. ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ആളുകൾക്ക് പോകണമെങ്കിൽ 1 കിലോമീറ്ററോളം സഞ്ചരിക്കണം. നാട്ടുകാരുടെ ആവശ്യം രണ്ടത്താണി ടൗണിൽ ഒരു അടിപ്പാത വേണമെന്നുള്ളതാണ്. അതിന് അവർക്ക് 100 കാരണങ്ങളുമുണ്ട്. സ്കൂളുകൾ, ആശുപത്രി, മസ്ജിദ്, മദ്രസ, പ്രധാന ഓഫീസുകൾ, ലൈബ്രറി തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം ഇരുഭാഗങ്ങളിലുമായാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. സ്കൂളിൽ പോകേണ്ട ചെറിയ കുട്ടികളടക്കമുള്ളവർ ഈ ആറുവരിപ്പാത മുറിച്ചു കടക്കണം. ആശുപത്രിയിൽ പോകേണ്ടവർക്കും യാത്രാ ദുരിതം തന്നെയാണ്. നഗരത്തെ രണ്ടാക്കി KNRC പ്രവൃത്തികളുമായി മുന്നോട്ടു പോയതോടെ വിവിധ സംഘടനകൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. യാത്രാ ദുരിതത്തിൽ പരിഹാരം കാണാത്തതിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിയാക്കിയായിരുന്നു ഹർജി സമർപ്പിച്ചത്. പരാതിക്ക് പരിഹാരം കാണുന്നതുവരെ ദേശീയപാത വിഭാഗത്തോട് റോഡ് പ്രവൃത്തി നിർത്തിവെക്കാനും കോടതി നിർദ്ദേശം നൽകി. എന്നാൽ 3 മാസത്തെ സ്റ്റേ പൂർത്തിയാക്കിയതിന് പിന്നാലെ ദേശീയപാത അതോറിറ്റി നിർമ്മാണം പുനരാരംഭിച്ചു. ഞങ്ങളുടെ A to Z ആവശ്യം അപ്പുറത്താ. ഒരു സാധനം ഇവിടെ ഇല്ല. എല്ലാ ഗവൺമെന്റ് സ്കൂളുകള് മൂന്നിലധികം സ്കൂളുകളുണ്ട്, ഗവൺമെന്റ് സ്കൂളുണ്ട്, മദ്രസകളുണ്ട്, എല്ലാ പള്ളികളും, പോസ്റ്റ് ഓഫീസ്, റേഷൻ കട, മാവേലി സ്റ്റോർ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനം അപ്പുറത്താണ്. ATM, ബാങ്ക് എല്ലാം. ഇവിടെ ഞങ്ങൾക്ക് ഒന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് അപ്പുറം കിടക്കണ്ടേ? എന്താണ്, ഉണ്ടായിരുന്ന വഴി പൊളിച്ചു നീക്കിയതാണ്. ആ ഉണ്ടായിരുന്ന വഴി ഒന്ന് പുനഃസ്ഥാപിച്ച് തന്നാൽ മതി. അതിന് വലിയ ഭാരമുള്ള പണിയൊന്നുമല്ല ഇപ്പൊ അവിടെ. ഇപ്പൊ വിചാരിച്ചാലും നടക്കാൻ പറ്റുന്ന കാര്യമാണ്. പ്രദേശവാസികളുടെ പ്രയാസങ്ങൾ, കണക്കുകളും വസ്തുതകളും നിരത്തി ബോധ്യപ്പെടുത്തിയിട്ടും ഒരു നടപടിയും ഇല്ലാതായതോടെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഒരു നാടാകെ സമരമുഖത്തിറങ്ങി. പ്രശ്നപരിഹാരത്തിനായി ജനപ്രതിനിധികൾ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും നടപടിയായിട്ടില്ല. 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. നല്ല പാതകൾ വരുന്നത് നല്ലതാണ്, പക്ഷെ അപ്പോഴും ജനങ്ങൾക്കത് ദുരിതമുണ്ടാക്കിക്കൂടാ. ഈ വിഷയത്തിലെ പ്രതികരണങ്ങളിലേക്ക്. സ്കൂളിൽ ചെറിയ മക്കളാണ്, 2 നേരം അങ്ങോട്ടും ഇങ്ങോട്ട് കടക്കണമെങ്കിൽ ഞങ്ങൾ കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടാണ് ഇപ്പോൾ കുട്ടികൾ നടക്കുന്നത്. ഈ ചെറിയ മക്കൾക്കാണ് കടക്കാൻ വിദ്യാഭ്യാസ അവകാശം, അത് ഇല്ലാതാക്കാൻ, സഞ്ചാര സ്വാതന്ത്ര്യം അത് ഇല്ലാതാക്കാൻ ഈ ഒരു ഹൈവേ കൊണ്ട് വന്നത്. അപ്പൊ ഈ പഴയ ഹൈവേ തന്നിരുന്ന ഒരു അനുകൂല്യം എന്തുകൊണ്ട് ഈ പുതിയ ഹൈവേ വന്നപ്പോൾ അവരത് കൊട്ടിയടച്ചു? അത് മാത്രം ഞങ്ങൾ ആ വഴി മാത്രം തുറന്നു തന്നാൽ മതി. നടക്കാനൊരു വഴി, അത് മാത്രം ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. വഴി ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് അറിഞ്ഞിട്ട്, അത് ഇവിടെ ഒരു വഴിയില്ല, ഒരു PW റോഡാണ്, കാടാമ്പ ക്ഷേത്രത്തിലുള്ള ഒരു മെയിൻ റോഡാണ്. ഞങ്ങൾ ഇത് ഇവിടെ അറിഞ്ഞിട്ട് ഇപ്പൊ ഇന്നേക്ക് 419 ദിവസമായി ഈ വിഷയമായിട്ട് മുന്നോട്ട് എല്ലാ ജനപ്രതിനിധികളോടും അതേമാതിരി കലക്ടർക്ക്, NHAന്റെ ഓഫീസിലൊക്കെ ഞങ്ങൾ ഈ പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഇതിനൊരു മറുപടി, ഒരു പോസിറ്റീവായ മറുപടി ഇവിടെ കിട്ടിയിട്ടില്ല. കഴിയാവുന്ന മാർഗങ്ങളൊക്കെ നോക്കി, നിയമപരമായിട്ടുള്ള മാർഗം നോക്കി, അതിപ്പോൾ കോടതിയുടെ കാര്യം പെൻഡിംഗ് ആണ്. പിന്നെ ജനപ്രതിനിധികൾ അതിൽ ഇടപെട്ടു, അതൊന്നും ഫലം കണ്ടിട്ടില്ല. ഇപ്പോ ലാസ്റ്റ് ആയിട്ട് തന്നെ സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ ആവശ്യം എന്താ വെച്ചാൽ ഇപ്പൊ NHA പറയുന്നത് കൊടുക്കാൻ പറ്റില്ല എന്നാണ്. NHAയുടെ ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും കൂടി ഞങ്ങൾ ആവശ്യം വന്ന് കേൾക്കാനുള്ള ഒരു മീറ്റിംഗ് ഉണ്ടാക്കുക. എന്നിട്ട് ആ മീറ്റിംഗിൽ ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഞങ്ങൾക്കൊരു വഴി നടക്കാനുള്ള, അറ്റ്ലീസ്റ്റ് ഒരു വഴി, വണ്ടി പോകണമെന്നില്ല, അതെങ്കിലും കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം.